ഗർഭചിത്ര ഓഡിയോ നിങ്ങളുടേതാണോ? മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി രാഹുൽ മാങ്കൂട്ടത്തിൽ. മിൽമ പാലിന് വില കൂട്ടില്ല, തീരുമാനം ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചെന്ന് ചെയർമാൻ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. തനിക്കെതിരായ ആരോപണങ്ങളിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് വന്ന ശബ്ദരേഖയിലെ ശബ്ദം രാഹുലിന്റേതാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെന്നും ആണെന്നും മറുപടി പറയാതെ രാഹുൽ ഒഴിഞ്ഞുമാറി. ഗർഭചിത്ര ഓഡിയോ നിങ്ങളുടേതാണോ, അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ, എന്തിനാണ് ഒളിച്ചോടുന്നത് തുടങ്ങിയ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രാഹുൽ പോകുകയായിരുന്നു. തനിക്ക് പറയാനുള്ള വിഷയങ്ങൾ മാത്രമായിരുന്നു രാഹുൽ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയ്ക്കെതിരെയും രാഹുൽ പ്രതികരിച്ചു. മിൽമ പാലിന് വില കൂട്ടില്ലെന്ന് റിപ്പോർട്ട്. GST കുറയ്ക്കുന്ന ഘട്ടത്തിൽ പാൽ വില കൂട്ടിയാൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് പുതിയ തീരുമാനം. 2026 ജനുവരി മാസത്തോടെ മിൽമ പാലിന്റെ വില വർധന നടപ്പിലാക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചത്. പാൽ വില വർദ്ധിപ്പിക്കേണ്ടെന്ന് മിൽമയ്ക്ക് നിലപാടില്ലെന്നും അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും മിൽമ ചെയർമാൻ KS മണി അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീകൾക്കായി 5415 പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കുന്നു. രാജ്യത്ത് ആദ്യമായാണിത്. ഈ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം പള്ളിത്തുറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ പള്ളിത്തുറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേക സ്പെഷ്യാലിറ്റി ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വൻതാരയ്ക്ക് സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ്. ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് ഫൗണ്ടേഷൻ വളർത്തുന്ന വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വൻതാര മൃഗങ്ങളെ ഏറ്റെടുത്തതിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും മൃഗങ്ങളെ ഏറ്റെടുക്കുന്നതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിക്കപ്പെട്ടിരുന്നു. കാര്യങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് വൻതാര സ്വീകരിച്ച നടപടിക്രമം നിയന്ത്രണ ചട്ടക്കൂടിനുള്ളിലാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. വെള്ളിയാഴ്ചയായിരുന്നു SIT റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. പത്തനംതിട്ടയിൽ യുവാക്കളെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതി ജയേഷ് പോക്സോ കേസിലും പ്രതിയെന്ന് പോലീസ്. 2016 പോക്സോ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കോഴഞ്ചേരിയിൽ തിരുവോണ ദിനത്തിലായിരുന്നു ജയേഷ് യുവാവിനെ കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിക്കുകയും ചെയ്തത്. സംഭവത്തിൽ ജയേഷിനെയും ഭാര്യ രശ്മിയെയും ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രിയത്തിലാണ് 23 സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചുകൊണ്ടുള്ള ക്രൂരത. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി അടിയന്തരമായി പരിഗണിക്കും. ഹർജി ബുധനാഴ്ച പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കി. അയ്യപ്പ സംഗമം 20-ാം തീയതി നടക്കാനിരിക്കെ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് ഹർജിക്കാരനായ മഹേന്ദ്രകുമാറിന്റെ അഭിഭാഷകൻ ഇന്ന് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടെ കേസിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും ഫയൽ ചെയ്തു. കൊച്ചിയിൽ നടന്ന കേരള അർബൻ കോൺക്ലേവ് 2025 25 വർഷത്തെ വികസന കാഴ്ചപ്പാടോടെ കേരളം അതിന്റെ ആദ്യ സമഗ്ര വികസന നയത്തിന് രൂപം നൽകി. 2 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ 8 ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും മേയർമാരും ഉൾപ്പെടെ 3000-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. നഗരപ്രദേശങ്ങളെ കൂടുതൽ ജീവിതയോഗ്യവും നീതിയുക്തവും സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിനുമായി 300ഓളം ശുപാർശകൾ കോൺക്ലേവ് തയ്യാറാക്കി. നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള സോഷ്യൽ ഓഡിറ്റുകൾ, നഗരതല ബിസിനസ് വികസന കൗൺസിലുകൾ, 5 സാമ്പത്തിക വളർച്ചാ കേന്ദ്രങ്ങൾ, ഓരോ നഗരത്തിലും നഗര നിരീക്ഷണാലയങ്ങൾ, ഡിജിറ്റൽ നികുതി സംവിധാനങ്ങളിലൂടെയുള്ള വരുമാന സഹകരണം, ഹരിത ബോണ്ടുകൾ, പ്രവാസി സംഭാവനകൾ എന്നിവ പ്രധാന നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. കൊട്ടാരക്കരയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് 3 യുവാക്കൾ മരിച്ചു. ആറ്റിങ്ങൽ വാസുദേവപുരം സ്വദേശി അജിത്, നീലേശ്വരം സ്വദേശി വിജിൽ, മലപ്പുറം വളാഞ്ചേരി സ്വദേശി സഞ്ജയ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. പാലക്കാട് പട്ടാമ്പി സ്വദേശി അക്ഷയ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. അജിത് സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റും മറ്റ് 3 പേർ സഞ്ചരിച്ചിരുന്ന സ്പ്ലെൻഡർ ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ കർശനമാക്കി CBSE നിർദ്ദേശം പുറപ്പെടുവിച്ചു. അക്കാദമിക് ഹാജർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു വിദ്യാർത്ഥിയെയും പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് പുതിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. 9-ാം ക്ലാസും 10-ാം ക്ലാസും 2 വർഷത്തെ കോഴ്സാക്കി പരിഗണിച്ചായിരിക്കും 10-ാം ക്ലാസ് പൊതുപരീക്ഷ നടത്തുക. 11-ാം ക്ലാസും 12-ാം ക്ലാസും ഒരുമിച്ച് 12-ാം ക്ലാസ് പരീക്ഷയ്ക്കുള്ള മാനദണ്ഡമാകും. ബോർഡ് ക്ലാസുകളിൽ എടുക്കുന്ന ഏതൊരു വിഷയവും തുടർച്ചയായി 2 വർഷം പഠിച്ചിരിക്കണമെന്നും നിർദ്ദേശിച്ചു. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ നിലപാട് പ്രഖ്യാപിക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി തുടങ്ങി.
ഇസ്രായേലിന് രൂക്ഷ വിമർശനമാണ് ഉച്ചകോടിയിൽ ഉയരുന്നത്. ഹമാസ് നേതാക്കളെ വധിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിൽ ചർച്ച എന്തിനെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഉച്ചകോടിയിൽ ചോദിച്ചു. ഇസ്രയേലുമായി എന്ത് സമീപനം സ്വീകരിക്കണമെന്നതിൽ ഇന്നത്തെ പ്രഖ്യാപനം നിർണായകമാണ്. ഖത്തർ അമീറിന് പുറമെ UAE വൈസ് പ്രസിഡന്റ്, തുർക്കി, ഈജിപ്ത് പ്രസിഡന്റുമാർ, കുവൈത്ത് കിരീടാവകാശി, ഒമാൻ ഉപപ്രധാനമന്ത്രി, സിറിയൻ ഇടക്കാല പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.